ഹായ് ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് വിളവെടുപ്പായാലോ. ഇത് എൻ്റെ ബേറാപ്പിളാണ്. നിറച്ച് കാ പിടിച്ചെന്ന് വെച്ചാൽ നിറച്ച് കാ പിടിച്ച് മരം തന്നെ താഴേക്ക് വീണ കാരണം അല്ലുവിനത് പറിച്ച് കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഭയങ്കര എളുപ്പമെന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പം. അല്ലു എങ്കിൽ എപ്പോഴും ഓടിച്ചെന്ന് വേണ്ട പറിച്ച് അങ്ങ് കഴിക്കുവാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബേറാപ്പിളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ മക്കൾക്കും നമുക്കും ഒക്കെയാണ് ഇങ്ങനെ കഴിക്കാം. പിന്നെ ഞാൻ കുറച്ച് ചീര നട്ടായിരുന്നു. ചീര നാളത്തേക്ക് തോരൻ വെക്കാമെന്ന് വെച്ചു. ഇത് വേറൊരു ബേറാപ്പിൾ. ഇത് നമ്മുടെ സീതപ്പഴമാണ് കേട്ടോ. ഇതും എല്ലാ പ്രാവശ്യവും നിറച്ചുണ്ടാകും. 2 വർഷം ആയതേ ഉള്ളേ, എല്ലാ പ്രാവശ്യമൊന്നും. ഇത് മുള്ളാത്ത, ഇതിൽ നിറച്ച് കായ്കൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ റെഡ് ലേഡിയാണ്. ഇത് വേറൊരു സീതപ്പഴത്തിൻ്റെ തൈ. ഇത് പിന്നെ നമ്മുടെ കൊഞ്ചും പുളി എന്ന് പറയുന്ന സാധനമാണ്. ഇരുമ്പം പുളി എന്നൊക്കെ പറയും. ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. വായിക്കൂടെ കപ്പലോടും അത് കഴിക്കുമ്പം. പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് രാധേമ വരുമ്പോൾ നാരങ്ങാച്ചാർ ഇടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ കുറേശ്ശെ നാരങ്ങ പീച്ചി. അല്ലൂനും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മമ്മി വെച്ച് പിടിപ്പിച്ചതിൽ നിന്ന് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ പറിച്ചെടുക്കാൻ ഒരു സന്തോഷമല്ലേ. പിന്നെ വേണ്ട നമുക്ക് കുറേ ടൈപ്പ് പ്ലാവ് മരം ഉണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണമുള്ള കൂഴ, ഇത് കൂഴയാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ചെങ്കതളിയുടെ കൂമ്പുണ്ട്. നാളെ തോരൻ വെക്കാൻ വേണ്ടി പറിക്കാൻ പഞ്ചിച്ചേട്ടനുണ്ടായിരുന്നു, പറിച്ചു തന്നു. പിന്നെ ഒരെണ്ണം ചീത്തയായി പോയിട്ടുണ്ട്. പിന്നെ ഇത് മിൽക്ക് ഫ്രൂട്ട്, അതുപോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ഇനി കുറച്ചും കൂടെ വിളവെടുക്കാനുള്ള സപ്പോർട്ടുണ്ട്. ബാക്കിയെല്ലാം ഞങ്ങൾ വിളവെടുത്തിയായിരുന്നേ. അങ്ങനെ ഞാൻ അതും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഇതേലത്തൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കണേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.